ഹായ്, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് മ്യൂച്വൽ ഫണ്ട്, അതിന്റെ സ്ട്രക്ചേഴ്സ് എന്നുള്ളതാണ്. കാരണം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലായി മാനേജ് ചെയ്യുന്ന ഒരു നിക്ഷേപ മാർഗമാണ്. പല ഇൻവെസ്റ്റേഴ്സിനും ഒരു മ്യൂച്വൽ ഫണ്ട് എന്താണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, അതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ അതുമൂലം നിക്ഷേപത്തിൽ നിന്ന് മാറി നിൽക്കുകയും നല്ല നല്ല അവസരങ്ങൾ അല്ലെങ്കിൽ ഒരു നിക്ഷേപം വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എന്താണ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാകുമ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൽ എനിക്ക് സാധിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്ന് ഓരോ ഇൻവെസ്റ്റേഴ്സിനും തീരുമാനം എടുക്കാൻ സാധിക്കും. മ്യൂച്വൽ ഫണ്ട് എന്ന ഫണ്ട് ഹൗസ് ഒരു പല ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യും. അത് വിവിധമായിട്ടുള്ള സ്റ്റോക്കുകളിലും ബോണ്ടുകളിലും അല്ല മറ്റ് സെക്യൂരിറ്റികളിലൊക്കെ നിക്ഷേപം നടത്തുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫണ്ടുകൾ അല്ലെങ്കിൽ പദ്ധതികൾ ഇതിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ആയിട്ട് ആ ഫണ്ട് മാനേജ് ചെയ്യപ്പെടുന്നു. ലിക്വിഡിറ്റി, ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സവിശേഷതകൾ. കാരണം ഇത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമായിക്കൊണ്ടിരിക്കുന്ന ഒരു നിക്ഷേപ മാർഗം കൂടിയാണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത്. ഇതിന്റെ മെയിൻ സ്ട്രക്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് 5 ഇതാണ്. ഒന്ന്, ഇൻവെസ്റ്റേഴ്സ് ആണ്. കാരണം ഇതിൽ പണം നിക്ഷേപിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തത് ഫണ്ട് ഹൗസ്, ഒരു മ്യൂച്വൽ ഫണ്ട് സ്ഥാപനം നടത്തുന്ന അല്ല മ്യൂച്വൽ ഫണ്ട് നടത്തുന്ന സ്ഥാപനത്തെയാണ് നമ്മൾ ഫണ്ട് ഹൗസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഫണ്ട് മാനേജർ. കാരണം ഈ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ കളക്ട് ചെയ്യുന്ന ഫണ്ടുകൾ നല്ല പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫണ്ട് മാനേജേഴ്സിന്റെ ജോലി. 4, കസ്റ്റോഡിയൻസ് ആൻഡ് രജിസ്റ്റേഴ്സ്. ഈ നിക്ഷേപങ്ങളെല്ലാം രേഖപ്പെടുത്തുന്ന സൂക്ഷിക്കുന്ന ഒരു വ്യക്തികളാണ്. അഞ്ചാമത്തത് റെഗുലേറ്റർ ആണ്. കാരണം ഇന്ത്യയിലെ സെബിയാണ്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിന്റെ നിക്ഷേപത്തിന്റെ സുതാര്യതയും അല്ലെങ്കിൽ അതിന്റെ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതാണ്. കാരണം ഇത്രയും എലമെന്റ്സ് അല്ലെങ്കിൽ ഇത്രയും സ്ട്രക്ചേഴ്സ് അടങ്ങിയതാണ് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. കാരണം ഇത് മറ്റുള്ള നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ഇത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യും.